വിവാഹവും മനസ്സും ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. വിവാഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം അതാകട്ടെ ഈ രണ്ട് പേരുടെയും ജീവിതത്തിൻ്റെ അവസാനം വരെ ഒന്നിച്ചു പോകേണ്ട ഒരു ബന്ധമാണ്. അത് നമ്മൾ ഏതൊക്കെ തരത്തിൽ ഭദ്രമാക്കി കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ മുന്നോട്ട് പോകാൻ രണ്ടുപേരും ശ്രമിച്ചെങ്കിൽ മാത്രമേ ആ ജീവിതം നന്നായി മുന്നോട്ട് പോവുകയുള്ളൂ. ഇതൊരു ഭാഗ്യം, അതാണ് ഏറ്റവും വലുത്. ഭാഗ്യം എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അതവൻ്റെ ഭാഗ്യമാണ്, അതല്ലെങ്കിൽ അവളുടെ ഭാഗ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണ്, അതൊരു ഭാഗ്യവും കൂടി വേണം. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് പേരെ കുറിച്ച് ഞാൻ പറയാം. അതായത് ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കാതെ ജനിച്ച് വളർന്ന് വിവാഹം കഴിച്ചതിന് ശേഷവും നന്നായി ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ചിലർ പറയും അതെ, വിവാഹത്തിന് മുമ്പ് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള ജീവിതം നന്നായി മുന്നോട്ട് പോകും. ചിലർ പറയും വിവാഹത്തിന് മുമ്പ് നന്നായിട്ട് ജീവിച്ചില്ല, അതുകൊണ്ടാണ് വിവാഹശേഷം ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടായത്. ഇതൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ അറിഞ്ഞു ചിലർ വിവാഹത്തിന് മുമ്പും വിഷമിച്ച് മുന്നോട്ട് ജീവിതം നയിച്ച് വിവാഹത്തിന് ശേഷവും അങ്ങനെ തന്നെ ജീവിക്കുന്നവരുണ്ട്. ഇതിലെല്ലാത്തിനും ഒരു ഭാഗ്യം, എന്തിനും ഒരു ലക്ക് എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഒന്നാലോചിച്ച് നോക്കും, ഒരേ മനസ്സുള്ളവരാണ്, വ്യത്യസ്ത മനസ്സുള്ളവരാണ് നന്നായി ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അതായത് ഒരേ ചിന്താഗതിയും വ്യത്യസ്ത ചിന്താഗതിയും, ഇതിലേതാണ് പൊരുത്തപ്പെട്ടു പോകുന്നത്? നമ്മളുടെ ഇന്ന് കാണുന്ന ദമ്പതികൾക്കിടയിൽ ഇതിലെന്താണ് ഒരു പ്രശ്നമായി നിൽക്കുന്നത്? ഇതൊന്നും അങ്ങനെ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. പലപ്പോഴും ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വരുമാന മാർഗം രണ്ടു പേർക്കും ഇല്ലാണ്ടാകുന്നു. ചിലവുകൾക്ക് അനുസരിച്ച് വരവ് ഇല്ലാതെ വരുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ പണം ഇല്ലെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ടിൽ നിന്നാണ് പലപ്പോഴും പ്രശ്നങ്ങളുടെ തുടക്കം. ഇല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടുന്നില്ല എന്ന മനസ്സിൻ്റെ തോന്നൽ ഇതൊക്കെ വളർന്ന് വളർന്ന് വരുന്നതാണ് ഒരു പ്രശ്നമായി മാറുന്നത്.